ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ബർഗർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെസ്റ്റോയിൽ പോയപ്പം നല്ല ഓഫറിൽ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസും ബർഗർ പാറ്റീസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 600 രൂപയാണ് ഇതിൻ്റെ മുകളിലുള്ള വില. പക്ഷേ എനിക്കിത് 260 രൂപക്കാണ് കിട്ടിയിട്ടുള്ളത്. 20 പാറ്റീസ് ഉണ്ട് ഒരു പാക്കറ്റിൽ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന പാറ്റീസായിരുന്നു. ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ആദ്യം ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള അപ്പം തന്നെ ഫ്രീസറിൽ തിരിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായി ക്രിസ്പി ആവണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് അല്പം ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ഉപ്പുണ്ടാവില്ല, അപ്പോൾ ഉപ്പിട്ടാലും നമുക്കത് ടേസ്റ്റ് കിട്ടുള്ളൂ. സംഭവം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി ബർഗർ പാറ്റീസ് പൊരിക്കണം. അതിന് വേണ്ടി ഞാനൊരു കുഴിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പാറ്റീസ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു പാറ്റീസ് കുക്കായി കിട്ടാൻ ഒരു 6 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഫ്രോസൺ പാറ്റീസ് ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ കുക്ക് ചെയ്ത് കിട്ടും. ആറെണ്ണത്തിന് 30 രൂപ വരുന്ന നിരക്കിൽ ഒരു പാക്കറ്റ് ബണ്ണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ബണ്ണാണിത്. അപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ ഒന്ന് പകുതിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചൂടാക്കുന്ന സമയത്ത് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 സൈഡും ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മയണൈസ് ഞാൻ ഇൻസ്റ്റൻ്റായിട്ടാണ് എടുക്കുന്നത്. ഹെൽമാൻസിൻ്റെ മയണൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയ പാക്കറ്റിൽ 45 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഞാനൊരു തക്കാളി എടുത്തിട്ട് അതിന് നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ വളരെ നൈസായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ ലെറ്റ്യൂസ് ലീവ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാബേജ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി ബർഗർ സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ മയണൈസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂണിൽ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ ഒന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം ബർഗർ ബണ്ണെടുത്ത് അതിലേക്ക് മയണൈസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തക്കാളി വെച്ച് കൊടുക്കാം. തക്കാളിൻ്റെ മുകളിൽ ഞാൻ ക്യാബേജിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ പാറ്റീസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടിയും വെച്ച് നന്നായിട്ടൊന്ന് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സ്ലൈസ് ചീസും കുക്കുംബറും ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ മടിയുള്ളവരാണെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിലും ഇതേപോലെ ഓരോ പാക്കറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ ബർഗർ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനും. ഇപ്പം നമ്മൾ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വയറ് നിറയാൻ ഈ ഒരു ബർഗർ മതിയാവും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.